ആ, വിവാദങ്ങളിൽ മറികടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ മാധു പറഞ്ഞതിൽ രണ്ട് കണക്കുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാനതിലേക്ക് വരാം. ഒന്ന് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, രണ്ട് ആരോഗ്യ വകുപ്പിനെ കുറിച്ച് പറഞ്ഞത്. ശരിയാണ്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് വിമർശനം കേട്ട രണ്ട് വകുപ്പുകളാണ്. പക്ഷേ ആ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ വരുന്ന ചില വിശകലനങ്ങളുണ്ട്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ, അതായത് മാഫിയ ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടത് ഈ സർക്കാരാണോ എന്നൊരു ചോദ്യമുണ്ട്. 114 സസ്പെൻഷൻ മാത്രമല്ല, 114 പോലീസുകാരെ സർവീസിൽ നിന്ന് 9 വർഷം കൊണ്ട് ഡിസ്മിസ് ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിന് ടേം ഇതുവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അതിന് അഭിമാനമായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. കേരള പോലീസിനെ കറ പുരളുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ നടപടിയെടുത്തു. 114 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ എന്നിട്ടും അതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉദയകുമാറിനെ ഉരുട്ടിക്കുന്നത് പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. വെറും സസ്പെൻഷൻ കൊണ്ട് ഒതുക്കിയതല്ല. അപ്പോൾ ഒന്ന്, ആഭ്യന്തര വകുപ്പിനെ ഏതെങ്കിലും തരത്തിൽ കരിവാരി തേക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ ഈ സർക്കാർ സംരക്ഷിച്ചു പിടിച്ചൊന്നും ആ അർത്ഥത്തിൽ നിർത്തിയിട്ടില്ല. എന്നാൽ ചിലരെങ്കിലും രക്ഷാപ്രവർത്തനത്തിൻ്റെയൊക്കെ പേരിൽ കാട്ടിക്കൂട്ടിയതൊക്കെ കേരളം കണ്ടതുമാണ്. അതും പറഞ്ഞു പോകണം. ഒരു കാര്യം കൂടി പറയാം. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ ചില മരണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് പോകേണ്ടി വരുന്നത്. ശിവകുമാർ അന്ന് നൽകിയൊരു ഉത്തരമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. ചോദ്യം ഇതായിരുന്നു: ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റതിന് ശേഷം നാളിതുവരെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ യഥാക്രമം ലഭ്യമല്ലാത്തത് മൂലവും സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ മൂലവും മരണപ്പെട്ടതും അംഗവൈകല്യം സംഭവിച്ചതും എത്ര പേർക്കാണ്? 16 പേർക്ക് മരണം സംഭവിച്ചു. മൊത്തം 16 പേരാണ്. അതിൽ മരണപ്പെട്ടവർ 9, അംഗവൈകല്യം സംഭവിച്ചവർ 7 എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കണക്കാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെയും മരണങ്ങൾ സംഭവിക്കുന്നു. അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഒരു കുട്ടി മരിച്ചാൽ അതങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ മികച്ച ആശുപത്രികളാണെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കണക്കുകൾ പലതവണ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ കണക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ വിഷയത്തിലേക്ക് എത്തിയാൽ വിവാദങ്ങളെ മറികടക്കുമ്പോൾ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ ഈ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്താ? നേരത്തെ പി ആർ സുനിൽ പറഞ്ഞു. ഈ പ്രതിപക്ഷം അവസാനത്തെ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പി രാജീവ് ചോദിച്ച 2 ചോദ്യങ്ങളിൽ ഒന്ന്, ഈ സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമാണ് ഇറങ്ങിപ്പോകുന്നത്. ശരിയല്ലേ? നമ്മൾ ഇന്നേ വരെ കേരള നിയമസഭയിൽ അവിശ്വാസ പ്രമേയം ഈ പ്രതിപക്ഷം കൊണ്ടുവരുന്ന കണ്ടിട്ടില്ല. അവിശ്വാസ പ്രമേയം എപ്പോഴാണ് കൊണ്ടുവരുന്നത്? ഈ സഭയിലെ 98 പേരിൽ അവർക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് തന്നെ സ്വന്തം ഭരണകക്ഷിയിൽ വിശ്വാസമില്ലാതെ വരുന്നൊരു ഘട്ടത്തിലാണല്ലോ അവിശ്വാസ പ്രമേയത്തിന് എന്തെങ്കിലും സാധ്യതയുള്ളത്. ഇല്ലെങ്കിൽ ഒരു കാരണം അവിടെ കൊണ്ടുവരണം. ഈ സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു വകുപ്പിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഘടകകക്ഷികളിലാവാം, CPM മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിലാവാം. ഇല്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും നേരിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കുന്നില്ലല്ലോ. പകരം എന്തൊക്കെയാണ്? വളഞ്ഞു പിടിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആര് രാജിവെക്കണമെന്നാണ് പറയുന്നത്? 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് 2021 സത്യപ്രതിജ്ഞ ചെയ്ത VN വാസവൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം വിവാദം തുടങ്ങിയത്. ഒടുവിൽ ഇത് കറങ്ങിത്തിരിഞ്ഞ് എങ്ങോട്ട് വന്നു? സ്വർണ്ണക്കൊള്ള ദ്വാരപാലക ശില്പപാളികൾ മാത്രമല്ല, നേരെ കൊടിമരക്കൊള്ളയിലേക്ക് കയറിയപ്പോൾ അടൂർ പ്രകാശ് അടക്കം ചോദ്യമുനയിലേക്ക് വന്നപ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒന്നാമത്തെ പ്രതി ചെന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ആർക്കും ശബരിമലയെ ഇതിലെ സ്വർണ്ണക്കൊള്ളം ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. പുതിയ യാത്രയിൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ല. നോക്കൂ, പന്തളത്ത് വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ സംഗമം സംഘടിപ്പിച്ചതാണ് കോൺഗ്രസ്. എന്തുകൊണ്ടാണ് ആ വിഷയം ഇപ്പോൾ ഉന്നയിക്കാൻ പറ്റുക? കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഏൽത്തിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഞാനല്ല, കനകോലുവാണ്. ലക്ഷ്യയിൽ കനകോലുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലൊന്ന് സ്വർണ്ണക്കൊള്ള വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏശിയിട്ടില്ല. അതിന് തെളിവായിട്ട് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പാലക്കാട്, തൃശ്ശൂര്, അതേപോലെ ആലപ്പുഴ, കൊല്ലം, ഈ ജില്ലകളിലൊന്നും തന്നെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് സാധിക്കാതെ പോയി. സ്വർണ്ണക്കൊള്ള ചർച്ചയായിരുന്നെങ്കിൽ വിശ്വാസികളുള്ള പാലക്കാട്ടും തൃശ്ശൂരിലും ഒക്കെ ഇത് ചർച്ച ചെയ്യപ്പെടണമായിരുന്നു. അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് UDF-ന് ഗുണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരോപണങ്ങളിൽ ഉന്നയിക്കുക, ആ ആരോപണങ്ങളെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് കരുതുക. പക്ഷേ അത് പൊളിഞ്ഞു പോകുന്ന കാഴ്ച കാണുകയാണ് സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ. ബാക്കി 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നേരത്തെ പിയാസുൽ പറഞ്ഞു. DA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താ കോടതിയിൽ നിന്ന് വന്ന് DA സന്ദേശം അയക്കുന്നത് ശരിയാണോ തെറ്റാണോ? കോടതി അന്തിമ വിധി വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. ഇത് മികച്ച ഭരണനിർവഹണ മാതൃകയല്ലേ? അങ്ങനെയാണ് ചോദിച്ചത്. മികച്ച ഭരണനിർവഹണ ചോദിച്ചത് ഹൈക്കോടതിയാ. എന്താ ചോദിച്ചത്? നിങ്ങൾ ഉദ്യോഗസ്ഥന് നിങ്ങളുമായി ബന്ധപ്പെട്ട ഭരണവുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് പണ്ട് കാലത്ത് കൊടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏജൻസി നൽകുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു മോശം മാതൃകയായിട്ട് പറയാൻ പറ്റുക? അതിന് അഭിനന്ദിക്കേണ്ട കാര്യമല്ലേ എന്നുള്ളതാണ്.
പ്രേക്ഷകർക്ക് അറിയാമല്ലോ, എയുമായി ബന്ധപ്പെട്ട ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് ഹൈക്കോടതി. ഇപ്പോൾ കുടുങ്ങാൻ പോകുന്നത് ഏതല്ല, DA സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം വരിക, ഇതൊരു മികച്ച ഭരണമാതൃകയല്ലെന്ന് സർട്ടിഫൈ ചെയ്ത ഹൈക്കോടതിയാന്നേ. അപ്പോൾ DA സന്ദേശത്തിന്റെ പേരിൽ കോടതി കയറിയവർക്ക് തിരിച്ചടി ഉണ്ടാവുന്നു. അതിനെ ആഘോഷമാക്കി മാറ്റിയ പ്രതിപക്ഷത്തിന് ആ ആരോപണവും ഹൈക്കോടതിയിൽ തിരിച്ചടിയാവുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് എന്താ പറഞ്ഞത്? ഇതല്ലേ, ഇങ്ങനെയല്ലേ വികസന പ്രവർത്തനം നടപ്പാക്കേണ്ടത്? വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേമ സർക്കാർ ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, പ്രതിപക്ഷം വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറയുന്നു ഇത് മികച്ച ഭരണ മാതൃക, ഇത് മികച്ച ക്ഷേമ പ്രവർത്തനത്തിനുള്ള ഒരു രീതിയല്ലേ നവകേരള സർവേ എന്ന് പറയുന്നു. പിന്നെ എന്താണ് ഈ പ്രതിപക്ഷം ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് പ്രതിപക്ഷം അടുത്ത 5 വർഷത്തെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പോകുന്നത്? ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കാതെയാണോ? ജനങ്ങളിൽ ഈ ഭരണ നിർവഹണ മാതൃകകൾ നടപ്പിലാക്കാൻ പറ്റാതെയാണോ? ജനങ്ങൾ ചോദിച്ചു തുടങ്ങുന്ന സാധനം അവരുയർത്തിക്കൊണ്ടുവന്നത് തന്നെ അവർക്കെതിരെ തിരിച്ചടിയാവുന്നതാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ PR പരസ്യം തിരിച്ചടിയല്ലേ? ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അതൊക്കെ പരസ്യം വരും പരസ്യം പോകും എന്ന് പറഞ്ഞ് വിട്ടിരുന്നെങ്കിൽ ഇത് ചർച്ചയാവൂ. ദേശാഭിമാനി, മാധ്യമം, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് ആകെ 4 പത്രങ്ങളിൽ ആദ്യം വന്നത്. ഈ 4 പത്രം എനിക്ക് കേരളാമതിയിലും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളാണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. ഞാനാണ് ആ പരസ്യം വായിക്കുന്നത്. ആ പരസ്യം ഞാൻ വായിച്ചതിനെ തുടർന്നാണ് പിന്നീട് പല ആളുകൾ ഇത് ടാഗ് ചെയ്ത് പോകുന്നു, മറ്റ് ചാനലുകൾ ഏറ്റെടുക്കുന്ന സാഹചര്യവും കൂടി ഉണ്ടാകുന്നു. പിന്നീട് പ്രതിപക്ഷം അതിൻ്റെ അപകടം മണത്ത് വലിയ ആരോപണം ഉണ്ടാക്കുന്നു. വായിക്കാത്ത മനുഷ്യന്മാർ വായിച്ചു. ഇത് ദേശാഭിമാനി വായിക്കുന്ന ആൾക്കാർ ഇടതുപക്ഷമായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും അവർ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കുന്നവരാ. ഹിന്ദു വായിക്കുന്ന ആളുകളും ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്ന ആൾക്കാരും മൊത്തം നോക്കിയാൽ ചുരുക്കം ആളുകൾ. അവർക്കൊന്നും കേരളത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ നിശ്ചയിക്കാൻ കഴിയുന്ന ശതമാനമില്ല. ഇത് വിവാദമായപ്പോൾ എന്ത് സംഭവിച്ചു? പ്രതിപക്ഷം വന്ന് പറഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് പെൻഷൻ വാങ്ങില്ല, PRD ഉദ്യോഗസ്ഥന്മാർ പ്രധാനപ്പെട്ട മാധ്യമത്തിലെ ആൾ എന്നോട് പറഞ്ഞാൽ ഇത് എടുക്കാമായിരുന്നു. ഇത്ര വലിയ ചർച്ചയാവുന്ന എടുക്കാമായിരുന്നു. മാത്രമല്ല, എന്നിട്ട് വലിയ മാധ്യമ ധാർമ്മികതയെ കുറിച്ചൊക്കെ പറയുക. അടിസ്ഥാനമായി പരസ്യത്തെക്കുറിച്ച്, പരസ്യവും ജേർണലിസവും തമ്മിലുള്ളതിനെ കുറിച്ച് അക്കാദമികമായിട്ട് ഒരു ബോധമില്ലാത്തവരാണ്. ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പരീക്ഷിച്ച മാതൃകയാണ്. നമ്മളതിനെ പറയുന്നൊരു കാര്യമുണ്ട്, ഷോക്ക് ഹൈഡ് റിവീൽ എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഷോക്ക് ആൻഡ് ലേവ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവമുണ്ട്. പെട്ടെന്നൊരു കാര്യം നിങ്ങൾക്ക് പറയുന്നതിന് വേണ്ടി നിങ്ങൾ അസാധാരണമായ വിധത്തിൽ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് നോൺ കൺവെൻഷണൽ ആയിട്ട് ചില പരസ്യങ്ങൾ കൊടുക്കുന്ന രീതിയാണ്. ഇതൊക്കെ പല കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് അതൊരു സർഗാത്മകമായിട്ട് എടുത്താൽ മതി. അതിനെ ആ വഴിക്ക് അവഗണിക്കേണ്ടതിന് പകരം അതിനെ വലിയ ചർച്ച ചെയ്ത് ഇപ്പൊ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, സംഭവം ശരിയാണല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരുത്താൻ പറ്റുമോ? ഈ പറഞ്ഞിരിക്കുന്ന തീയതി അടക്കം കൊടുത്തിരിക്കുന്നത്, പത്രങ്ങളിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച തീയതി അടക്കം കൊടുത്തിരിക്കുന്നത്. അബ്ദുറബിനെ തെളിയിക്കാൻ പറ്റുമോ അബ്ദുറബ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്? അതായത് ഓണം നേരത്തെ വന്നുവെന്നും ഈ കോപ്പി കൊടുത്ത് പഠിപ്പിക്കേണ്ടി വരുമെന്നും അബ്ദുറബ് പറഞ്ഞിട്ടില്ല എന്ന് അബ്ദുറബിന് പറയാൻ പറ്റുമോ? ലോഡ് ഷെഡിങ് വേണ്ടി വരുമെന്നും ഫ്രിഡ്ജ് നിങ്ങൾ ഓഫ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ലെന്ന് ആര്യാടൻ മുഹമ്മദിന് തെളിയിക്കാൻ പറ്റുമോ? മധ്യകാല പരീക്ഷ പുസ്തകം കിട്ടിയിട്ടില്ല എന്നുള്ളത് വാർത്തയാണ്. അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത. ധാർമ്മികതയെ കുറിച്ച് അന്ന് പറഞ്ഞത് ദേശാഭിമാനിയാണ്. ഞങ്ങൾ ആ പത്രപരസ്യം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞത് ദേശാഭിമാനി. അല്ലല്ല, ഞാൻ പറഞ്ഞു കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ വരാം, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അത് പറഞ്ഞ അതിന് മറുപടി ഉണ്ട്, കണക്കുണ്ട്, ആ കണക്കും കൂടി ഞാൻ പറയാം. അപ്പോ വിവാദങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടാക്കുക. ഇതിൽ PRD ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. സർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെയ്യാതിരുന്നതിന് ഇപ്പോഴത്തെ PRD ഉദ്യോഗസ്ഥരെ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു. ആദ്യത്തെ ആ പത്രത്തിൽ വന്ന ഇവിടുത്തെ KSRTC, അന്നത്തെ KSRTC പൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു. നാളെ KSRTCയുടെ ഒരു പുതിയ വണ്ടി ഇറങ്ങാൻ പോവുക, ബിസിനസ് ക്ലാസ് മോഡൽ ഇറങ്ങാൻ പോവുക. കേരളത്തിൽ പുതിയ പരീക്ഷണമാണ്. ബിസിനസ് ക്ലാസ് KSRTC ഇറങ്ങാൻ പോവുകയാണ്. KSRTCയിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്ന അവസ്ഥ. ഹൈബീഡിന് പോലും പറയേണ്ടി വന്നു ഈ ഗതാഗത വകുപ്പ് മന്ത്രി KSRTCയുടെ ഐശ്വര്യമാണ് എന്ന് പറഞ്ഞ ദിവസമാണിന്ന്. അപ്പോൾ അന്നത്തെ KSRTCയും ഇന്നത്തെ KSRTCയും, അന്നത്തെ ആരോഗ്യ വകുപ്പും ഇന്നത്തെ ആരോഗ്യ വകുപ്പും, ഇതെല്ലാം ജനങ്ങൾ താരതമ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ പരസ്യം എത്തിച്ചു എന്നുള്ളതാണ്. അതിനെ വിവാദമാക്കിയ പ്രതിപക്ഷത്തിനും അവിടെ പിഴച്ചുപോയി. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം കുഴിച്ച കുഴിയിൽ പ്രതിപക്ഷം തന്നെ വന്ന് വീഴുന്ന സാഹചര്യം ഏറ്റവും ഒടുവിലത്തെ സാഹചര്യത്തിലും ഉണ്ടാകുന്നു. ഒരു കണക്ക് കൂടി പറയാം. ആ പറഞ്ഞു പോയ സ്ഥിതിക്ക് നേരത്തെ പറഞ്ഞതാണ് തെലങ്കാനയുടെ പരസ്യം. ഈ തെലങ്കാനയിലെ പരസ്യം കേരളത്തിൽ ചെയ്യുന്ന എന്തുകൊണ്ട് ഞാനൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ഹൈദരാബാദിലോ അതല്ലെങ്കിൽ തെലങ്കാനയിലോ കേരളത്തിലെ വോട്ടർമാർ കൂടുതലായതുകൊണ്ട് ആ വോട്ടർമാർക്ക് വേണ്ടിയിട്ട് പരസ്യം ചെയ്തതാണോ? അങ്ങനെ നോക്കിയപ്പോൾ അല്ല. തെലങ്കാനയിൽ ഏറ്റവും കൂടുതലുള്ള മറ്റ് സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ മലയാളികളല്ല. തെലങ്കാനയിൽ തന്നെയുള്ളവരിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ. ആന്ധ്രാപ്രദേശ് ഈ പരസ്യം പോയിട്ടില്ല. വൈ?
തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ പരസ്യം പോയിട്ടില്ല, ഗുജറാത്തിൽ നിന്നുള്ളവർക്ക് ഈ പരസ്യം പോയിട്ടില്ല. അപ്പോൾ പിന്നെ രേവന്ത് റെഡ്ഡിയുടെയും ഈ ഭട്ടി വിക്രമാർക്കയുടെയും കേരളത്തിലെ താല്പര്യം എന്താ? ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയാ കേരളത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്, എനിക്കൊന്ന് മാധുവിന് പോലും അറിയാൻ സാധ്യത, എനിക്കറിയത്തില്ലായിരുന്നു ഈ തെലങ്കാനയിൽ ഉപമുഖ്യമന്ത്രിയുടെ പേര് വിക്രമ ഭട്ടിയൊക്കെയാണെന്നുള്ളത്. ആ ചങ്ങാതിയുടെ പരസ്യം വെച്ചിട്ടൊരു പരസ്യം ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ ഭട്ടി വിക്രമാർക്കയുടെ പരസ്യം എന്തിനാ കൊടുത്തത്? അത് കൊടുത്തത് ആർക്ക് വേണ്ടിയാ? അത് കൊടുത്തത് KC വേണുഗോപാലിന് വേണ്ടിയാ, അത് കൊടുത്തത് പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാ, അത് ഈ ആരോപണം ആദ്യം ഉന്നയിക്കുന്നതേ BRS ആണല്ലോ. BRS ആണ് ഈ, അതായത് 1000 കോടി എന്നാ പറഞ്ഞു BRS. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, 1000 കോടി അല്ലെ, ഞാൻ പറഞ്ഞു തീർത്തിട്ട് 1000 കോടി രൂപയാണ് BRS വലിയ അഴിമതി ആണ് എന്ന് പറയുന്നത്, ഈ പരസ്യങ്ങൾ കൊടുക്കുന്നത് വഴി. ഇത് എന്തിനാ കേരളത്തിൽ കൊടുക്കുന്നത്? എന്നിട്ട് വലിയ ടാഗ് ലൈൻ, 1 കോടി സ്ത്രീകളെ കോടീശ്വരാക്കി മാറ്റുന്ന വഴിത്താര തെലങ്കാനയിലെ അംഗൻവാടികളെ കുറിച്ച്. തെലങ്കാനയിലെ അംഗൻവാടികളെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് എന്തിനാ രാമാചു പറയുന്നത് എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ അംഗൻവാടികൾ സൂപ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെലങ്കാനയിൽ ഞങ്ങൾ അംഗൻവാടികൾ തുറന്നു എന്ന് തെലങ്കാനയിലെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് കേരളത്തിലെ 2 പത്രങ്ങളിൽ പരസ്യം ചെയ്യുക. അതിൽ മനോരമയ്ക്ക് 2.13 കോടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 കോടി 23 ലക്ഷം രൂപ കൊടുത്തുവെന്നും മറ്റൊന്ന് 1 കോടി 50 ലക്ഷം കൊടുത്തുവെന്നുമാണ് അതിൽ റേറ്റ് വെച്ചുകൊണ്ട്. ഒരു പരസ്യത്തിനാണോ? അത് തെലങ്കാനയിലെ പരസ്യം, തെലങ്കാനയുടെ ജാക്കറ്റ് പരസ്യം. ആ ജാക്കറ്റ് പരസ്യം ഇത് ആരുടെ പണമാ? ഇത് ആരുടെ പണമാണ് മാധു? ഇത് തെലങ്കാനയിലെ ടാക്സ് പേഴ്സിന്റെ പണമല്ലേ? അതായത് കേരളത്തിൽ പ്രചരണത്തിന് വേണ്ടി കോൺഗ്രസ് ഉപയോഗിക്കുന്നത് തെലങ്കാനയിലെ സാധാരണക്കാരെ വോട്ടറുടെ പണമാണ്. ഇപ്പൊ കേരളത്തിലെ CPM ബംഗാളി കൊണ്ടുപോയി കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് മാത്രം ഒരു എക്സ്ക്ലൂസീവ് പരസ്യം, നാഷണൽ പരസ്യമല്ല, നാഷണൽ പരസ്യം രാജസ്ഥാൻ കൊടുത്തിട്ടുണ്ട്, എനിക്കെതിരെ അഭിപ്രായമില്ല, അതൊരു രാഷ്ട്രീയമാണ്. പക്ഷെ ഒരു സ്റ്റേറ്റിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സ്റ്റേറ്റിൽ മാത്രം കൊണ്ട് പരസ്യം കൊടുക്കുന്നതിന് ആർക്കും ഒന്നും പറയില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കിയ പ്രചരണങ്ങളും വിവാദങ്ങളും അവരെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ PR യുദ്ധം കടുക്കുമ്പോൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കടുത്ത പ്രതിരോധം തീർക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിനിടയിൽ വസ്തുതകൾ നമ്മൾ മറന്നു പോകരുത്. ഒറ്റ കാര്യം കൂടി പറയാം, ഇതുവരെയും പ്രതിപക്ഷം പറയാത്ത ചില ചോദ്യങ്ങളുണ്ട് കേട്ടോ. പ്രതിപക്ഷം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിനെ കുറിച്ച് നേരത്തെ മാധു പറഞ്ഞല്ലോ. കക്കാടംപൊയിലെ തുരങ്കപാത, വയനാടൻ തുരങ്കപാത വന്നാൽ എന്താ ലാഭം? 1.5 മണിക്കൂർ ലാഭം. എത്ര ദൂരമാണ് കുറയുന്നത്? 35 കിലോമീറ്റർ. ആരുടെ ലൈഫ് ലൈനാ അവിടെ തെളിയാൻ പോകുന്നത്? വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ ബാംഗ്ലൂരുമായിട്ടുള്ള കണക്ടിവിറ്റി കർഷകരുടെ വലിയ പ്രതിസന്ധി പരിഹാരമാകും. നോക്കൂ, ഈ തുരങ്കപാത ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ ആൾ, നേതാവിന്റെ പേരെന്താ? പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഈ തുരങ്കപാത അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് തന്നെ എങ്ങനെയാണ്? അപ്പോൾ ഈ സർക്കാർ മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തുരങ്കപാത നടക്കുമോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും എന്നാണ് പറഞ്ഞത്. എത്രയാ കോടി അനുവദിച്ചിരിക്കുന്നത്? കിഫ്ബിയിൽ നിന്ന് 2143 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്കറിയോ ഈ കിഫ്ബി എതിർത്തവരാ പ്രതിപക്ഷം? ഈ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാ. കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞവരാ. കിഫ്ബി ഇപ്പോൾ അടുത്തുകൊണ്ടുവന്ന 3 പദ്ധതികളുണ്ട് കേട്ടോ. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്കമാലി പാത 4 വരിയാക്കാൻ MC റോഡ് അങ്കമാലി മുതൽ കേശവദാസപുരം വരെ 4 വരി പാതയാക്കാൻ പോവുക. എത്രയാ ചെലവഴിച്ചിരിക്കുന്നത് അറിയാമോ? 5217 കോടി രൂപ. 5217 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് മാറ്റി വെച്ചേക്കുക. ആ അങ്കമാലി മുതൽ ഈ പറയുന്ന കോൺഗ്രസിലെ MLA-മാരുടെ മണ്ഡലത്തിലൂടെ പോകുന്നതാ. റോജി ജോണിന്റെ മണ്ഡലത്തിൽ തുടങ്ങി അങ്ങ് കേശവദാസപുരത്ത് തീരുന്ന MC റോഡിന്റെ 4 വരി പാത വേണ്ടെന്ന് പറയുമോ കോൺഗ്രസ്സുകാർ? ആ MC റോഡിന് വേണ്ടിയിട്ട് 5217 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നീക്കിവെച്ചത് ശരിയല്ല എന്ന് കോൺഗ്രസ്സുകാർ പറയുമോ? എന്തുകൊണ്ട് കിഫ്ബി വന്നു? കേന്ദ്രം തരാത്തത് കൊണ്ടാണ് കിഫ്ബിക്ക് ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് എതിർക്കുമോ ഈ കിഫ്ബിയെ? കോൺഗ്രസ് എതിർക്കുമോ MC റോഡിൽ വരാൻ പോകുന്ന വികസനത്തെ, 4 വരി പാതയാകാൻ പോകുന്നതിനെ? ശബരി റെയിൽ പാത കേരളം മാറ്റിവെച്ചിരിക്കുന്നു. 1900 ഇന്ത്യയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു റെയിൽ പാത വരുമ്പോൾ അതിൻ്റെ പകുതി ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ മുഴുവൻ കാശ് ഞങ്ങൾ കൊടുത്തോളാമെന്ന് സർക്കാർ പറഞ്ഞ് പാസാക്കി? 1900 കോടി രൂപ. ഇത് 2 കൂടി ഒന്ന് എടുത്തു നോക്കൂ. ശബരി റെയിൽ പാത, ഒപ്പം തന്നെ അങ്കമാലി മുതൽ കേശവദാസപുരം MC റോഡ്, തുരങ്കപാത, ഇതുകൂടി നോക്കിയാൽ ഏകദേശം 10,000 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്റ്റിനാണ് തുടക്കം കുറിച്ച്. നാളെ ഉദ്ഘാടനം ചെയ്യാൻ ഒരു പാലം ആലപ്പുഴ പെരുമ്പളം പാലത്തിന്റെ പ്രത്യേകത എന്താ? ഒരു കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ് സാർ. ആ പാലം നിർമ്മിച്ചിരിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ്, ഈ സർക്കാരിൽ നിന്നാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ സർക്കാർ മാറണമെന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ ചോദിക്കും. നാളെ രാഹുൽ ഗാന്ധി, നേരത്തെ മാധു പറഞ്ഞു 30 പ്രഖ്യാപനങ്ങളോ മറ്റോ ആണ് നാളെ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. നാളെ രാഹുൽ ഗാന്ധി പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ 30 വലിയ പ്രഖ്യാപനങ്ങളാണ്. ഓരൊറ്റ പ്രഖ്യാപനം അത് നടപ്പിലാക്കി കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് വിഷമമില്ലായിരുന്നു. വയനാട്ടിലെ കല്ലിട്ടതിന് ശേഷം
ആ ബാക്കി എന്ത് സംഭവിച്ചു എന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം അവിടുത്തെ കാഴ്ച നമ്മൾ കണ്ടതാ. അന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ വന്നിട്ട് ഇട്ടിട്ട് പോയ പ്ലാസ്റ്റിക് കുപ്പി പോലും ആ സ്ഥലത്ത് നിന്ന് മാറ്റിയില്ല. പ്രഖ്യാപനങ്ങൾ വരാൻ പോവാണ്. ഈ പ്രഖ്യാപനം ആ കല്ലിട്ട സ്ഥലത്ത് ഒരു കല്ലും കൂടി എടുത്ത് മൂളി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്ര സങ്കടമില്ലായിരുന്നു. അപ്പോൾ വിവാദങ്ങൾ മറികടക്കുമോ എന്നുള്ള ചോദ്യത്തിന് വിവാദങ്ങൾ മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുള്ളത്. മാധു എന്തോ കൂട്ടിച്ചേർക്കാൻ വന്നു. അല്ല, അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം സൂചിപ്പിക്കാമെന്ന് കരുതിയതാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിയെടുത്ത ഒരു സർക്കാർ എന്ന് പറയുന്നത് ഈ സർക്കാർ തന്നെയാണ്. അപ്പോൾ അങ്ങത് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല, അത് മീൻസ് അങ്ങനെ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയുള്ള പോലീസുകാരെ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. അത് എല്ലാവർക്കും വിയോജിപ്പുള്ളൊരു കാര്യമാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് വലിയ തോതിൽ ഈ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ വാർത്ത നിരന്തരം നമുക്ക് രാജ്കുമാറിനെ ഓർമ്മയുണ്ടാകും, നമുക്കൊരു ശ്രീജിത്തിനെ ഓർമ്മയുണ്ടാകും, വരാപ്പുഴയിലെ ശ്രീജിത്തിനെ ഓർമ്മയുണ്ടാകും. അങ്ങനെ ഒരുപാട് മനുഷ്യരെ കുറിച്ചുള്ള കഥകളൊക്കെ വന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായത് ഓർമ്മയുണ്ടാകുമല്ലോ. നോ, അതാ മനോവീര്യം ശരി പോട്ടെ, പോയ സർക്കാരിൻ്റെ ഭൂതാവേശമാണെന്നോ മറ്റൊരു പ്രതികരണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത്രയധികം പോലീസുകാർക്കെതിരെ നടപടി എടുക്കേണ്ടി വരുമ്പോൾ അത് ഏത് സർക്കാരിൻ്റെ ഭൂതാവേശത്തിൻ്റെ ബാക്കിപത്രമാണെന്ന സ്വാഭാവികമായ ഒരു ചോദ്യം അവിടെ ഉണ്ടാകും. കാരണം ഇപ്പോഴും ഈ ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള പോലീസുകാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിന് എനിക്ക് പറയാനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മുൻപ് തന്നെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. പോലീസിലെ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ അതിപ്രസരമുള്ള സംഘടനാ പ്രവർത്തനം സാധാരണഗതിയിൽ ഉണ്ടാകാതിരുന്ന ഒന്നാണ്. പക്ഷെ അത് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ സമ്മർദ്ദ ശക്തിയായി മാറിയിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. കോൺഗ്രസിൻ്റെ കാലത്ത് വലിയ തോതിലുള്ള മരണങ്ങളുടെ കണക്കങ്ങ് പറഞ്ഞു. ആ മരണങ്ങളെ CPM അംഗീകരിച്ചിട്ടില്ല. ആ മരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടെടുത്തൊരു പാർട്ടിയാണ്. അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ മരണങ്ങൾക്കും കണക്ക് പറയുക, അല്ലെങ്കിൽ ഓരോ മരണങ്ങളും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് അപലപിക്കുക, അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഇനി അത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഒരുമിച്ച് ഒരു വിഷയം അല്ലെങ്കിലും പറയേണ്ടിരുന്നത്, ഇതിനു മുൻപും തെലങ്കാന, ഇന്ത്യയിലെ മറ്റ് ഇടങ്ങളിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും പരസ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി VRSൻ്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് കേരളത്തിലെ ഒരു ഇലക്ഷൻ സമയത്തായിരുന്നില്ല എന്നുള്ളതാണ്. ഇലക്ഷൻ സമയത്താകുമ്പോഴാണ് ഒരു ഫണ്ട് വിവാദം. അതിലൊരു പ്രശ്നമുണ്ട് മാധു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രധാനപ്പെട്ട 2 പത്രങ്ങൾക്കേ പണം കൊടുക്കത്തുള്ളൂ എന്നുള്ളതാണ്. കേരളത്തിലെ മുഴുവൻ അപ്പം ഞാൻ പറയും, ഈ 2 പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക് അവരെ നോർമലി മീഡിയ ബൈയിങ് എന്ന് പറയും. ഈ മീഡിയ ബൈയിങ് എങ്ങനെയാണ് നടക്കുന്നത്? പണം കൊടുത്ത് നമ്മുടെ ഭാഗമാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനം പണമുള്ള സ്റ്റേറ്റ് ഭരണത്തിൽ എല്ലാ പത്രങ്ങൾക്കും PRD റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും പത്രത്തിന് കൊടുക്കാൻ പറ്റില്ല. എല്ലാ പത്രങ്ങൾക്കും ഞാനിപ്പോ ഇന്നലെ കേരളത്തിലെ പത്രങ്ങൾക്ക് കൊടുക്കുന്ന പ്രൈസ് ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു. ആ പ്രൈസിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ? 46 ലക്ഷമാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ പത്രങ്ങൾക്ക് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 49 ലക്ഷമാണ് ഈ പ്രധാനപ്പെട്ട പരസ്യത്തിന്. ആ സ്ഥലത്താണ് 2 കോടി 13 ലക്ഷം കൊടുക്കുന്നത്. മറ്റേ 1.5 കോടിയും 13 ലക്ഷം കൊടുക്കുന്നത് 50 ലക്ഷത്തിൽ താഴെ മാത്രം റേറ്റിൽ കേരള സർക്കാർ കൊടുക്കുന്ന പരസ്യം അത് 1.5 കോടി 2 കോടി കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനാണ് പറയുന്നത് മലയാളത്തിൽ മീഡിയ ബൈയിങ്. അപ്പോൾ അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് വാർത്ത ചെയ്യാൻ വേണ്ടി ചെയ്യിക്കുക. വേറൊരു വിവാദം കൂടെ വന്നിട്ട് അതിൻ്റെ മറുപടി ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്നതാണ്. അതായത് ഈ കോൺഗ്രസ്സുകാർ DYFI കൊടുത്ത പണത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. അതിപ്പോൾ കുരുക്കിലായിരിക്കുക. RTA പ്രകാരം കൃത്യമായിട്ട് 17-ാം തീയതിയും 5-ാം തീയതിയുമായിട്ട് അടച്ച മുഴുവൻ പണത്തിന്റെയും കൃത്യമായി കഴിഞ്ഞ ദിവസം അത് VK സനോജ് അടക്കം ഫേസ്ബുക്കിൽ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ റെസിപ്റ്റ് വേണമെന്നാണ്. ആ റെസിപ്റ്റ് ആണ് ഇപ്പോൾ DYFI അടച്ച 20 കോടി രൂപയുടെ അതിൽ മുട്ടാൻ പോകാതിരിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത്. അതിൽ മുട്ടിക്കഴിഞ്ഞു. അത് മുട്ടുകയും ചെയ്തു. ആ മുട്ടിയതിൽ മുറിവേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു ചോദ്യം വരും. DYFI കൊടുത്ത 20 കോടിയുടെയും കൃത്യമായ കണക്കും ചെല്ലാനും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസ് തുടങ്ങിയ ആപ്പ് എവിടെ? ആ ആപ്പിന്റെ സോപ്പ് എവിടെ? ആപ്പ് പോയിട്ട് സോപ്പെങ്കിലും കൊടുക്കുക. ആപ്പ് കൊടുത്തിട്ട് കലണ്ടർ തൂങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? ആ കലണ്ടർ ചിത്രം കണ്ടിരുന്നു. അത് ഈ വീടിന്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് അപ്പൊ എല്ലാം നോക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. നോക്കിയിട്ട് പറയാ ഇവിടെ വെച്ചാൽ മതി. പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ സിദ്ദിഖിനെ അനുകൂലിക്കുന്ന ആളാണ്. സിദ്ദിഖ് അതിനകത്ത് വളരെ സത്യസന്ധമായി സിദ്ദിഖ് അവിടെ ഇടപെട്ടു എന്ന കാര്യത്തിലൊന്നും എനിക്ക് ഒരു സംശയമില്ല. മാത്രമല്ല സിദ്ദിഖിനെ അങ്ങനെ കൂവാൻ പാടില്ലായിരുന്നു നിലപാടെടുത്ത ആളാണ് ഞാൻ. പക്ഷെ സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ അറിഞ്ഞോ അറിയാതെ നിഷ്കളങ്കം കൊണ്ട് കാര്യം പറഞ്ഞു. ഞങ്ങൾ കല്ലിട്ടതല്ലേ ഉള്ളൂ, വീട് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. Meet the editors.